VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ അനിൽ വിളയിൽ, VHPയുടെ യുവജന വിഭാഗമാണല്ലോ ബജ്രംഗദൾ. ബജ്രംഗദളിനെതിരെ ഇതിനു മുൻപും പരാതികൾ ഉണ്ടായിരുന്നു. ഈ ക്രൈസ്തവ മിഷണറിമാരെയൊക്കെ വേട്ടയാടുന്നു, ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അവരെ തിരുവസ്ത്രം ധരിച്ച് നടക്കുന്നതിൽ അതിൽ നിന്ന് വിലക്കുന്നു, അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതും ഒരു ക്ലാസിക് ഉദാഹരണമായി മാറുകയാണ്. 2 കന്യാസ്ത്രീകൾ ജയിലിലാകുന്നതിന് കാരണവും ബജ്രംഗദൾ ആണ്. കാരണം അവരുടെ പരാതിയാണ്, അവരാണ് തടഞ്ഞു വെച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ പ്രതിരോധത്തിലാക്കുന്നത് സംസ്ഥാന BJPയെ കൂടിയാണ്. കാരണം അവർ ക്രൈസ്തവ സഭകളുടെ വിശ്വാസം നേടുവാനുള്ള കിണഞ്ഞു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പരിധിവരെ വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വരുന്നത്. സ്വാഭാവികമായും BJP ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാവും. ഇന്ന് PK കൃഷ്ണദാസിന്റെ വാക്കുകളും അത് സൂചിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും ക്രൈസ്തവ സഭകൾക്കൊപ്പമാണെന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം, അതിനുശേഷം താങ്കളിലേക്ക് വരാം. ശ്രീ PK കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടി സഭയോടൊപ്പമാണ്, സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ്. അത് രണ്ടും ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ ശ്രീ അനൂപ് ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലെത്തും. ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകും. ഞങ്ങളെ സംബന്ധിച്ച് സഭയോടുള്ള, സഭാവിശ്വാസത്തോട് ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ശരി, ശ്രീ അനിൽ വിളയിൽ, അപ്പോൾ അവിടെ അരുതാത്തത് സംഭവിച്ചു എന്നുള്ള ബോധ്യം സംസ്ഥാനത്തെ BJPക്ക് ഉണ്ടല്ലോ. അതാണല്ലോ കൃഷ്ണദാസിന്റെ വാക്കുകളിലും കേൾക്കുന്നത്. BJP കാര്യത്തിലെടുത്തിരിക്കുന്ന നിലപാടിനെ സാധൂകരിക്കാനോ നിരസിക്കാനോ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ BJPയുടെ വക്താവല്ല, അവരുടെ നയത്തിനനുസരിച്ച് സംസാരിക്കേണ്ട ആളുമല്ല. ഞാൻ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആഗോള ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒരു കാര്യകർത്താവെന്ന രീതിയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ ഫാദർ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഭാഷയിൽ ദുർഗിൽ നടന്ന കാര്യത്തിനെ പറ്റി വിശദീകരിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടോ ചില കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള സംഭാഷണമാണ് നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നടന്നിരിക്കുന്നത് മനുഷ്യക്കടത്ത് തന്നെയാണ്. മതപരിവർത്തന ശ്രമവും മനുഷ്യക്കടത്തുമാണ് ഈ ദുർഗ് മേഖല മാത്രമല്ല മധ്യപ്രദേശ് ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറേയേറെ കാലമായി നടക്കുന്നത്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഫാദർ സൂചിപ്പിക്കുകയുണ്ടായി, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഈ ഭാരതത്തിലെ എല്ലാ വ്യക്തികൾക്കും മതസ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതുണ്ട്, ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ മതസ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ മതപരിവർത്തന ശ്രമത്തിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ആർക്കും ഉറപ്പു നൽകിയിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടികൾ ക്രൈസ്തവരാണ്, പിന്നെ അവിടെ മതപരിവർത്തനം വരുന്നില്ലല്ലോ ശ്രീ അനിൽ വിളയിൽ. അതിനകത്തെ ഒരു കുട്ടി മനുഷ്യക്കടത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കുട്ടി 17 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പോലീസിൽ കൊടുത്തൊരു മൊഴിയുണ്ട്. എന്റെ അനുവാദമോ എന്റെ സമ്മതമോ മേടിക്കാതെയാണ് എന്നെ ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേയേറെ കാലമായി ഭാരതത്തിലെ സുവിശേഷവൽക്കരണ ശ്രമങ്ങൾ അതിതീവ്രമായ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. 1970-കൾ വരെയൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ ഭാരതത്തിലെമ്പാടും തന്നെ ക്രൈസ്തവവൽക്കരണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകളുണ്ട്. നമ്മൾ ഈ മധ്യപ്രദേശിനെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. മധ്യപ്രദേശിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1954 കാലഘട്ടത്തില് മധ്യപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ നിയോഗി കമ്മീഷൻ എന്നൊരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. എന്തായിരുന്നു കാരണം? അന്ന് BJP ആയിക്കൊള്ളട്ടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഈ ഭാരതത്തില് ഇത്രമാത്രം സ്വാധീനമില്ലല്ലോ. മധ്യപ്രദേശ് മേഖലയിൽ നടക്കുന്ന നിർബന്ധിതമായ മതപരിവർത്തന ശ്രമങ്ങളെ പറ്റി അന്വേഷിക്കുകയും ആദിവാസി മേഖലകളിലെ വ്യക്തികൾ അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഈ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാനുമാണ് ഡോക്ടർ BD ശർമ്മ എന്ന കോൺഗ്രസ് നേതാവായിരുന്നു അന്ന് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി. അദ്ദേഹം നിയോഗിച്ച വ്യക്തിയാണ് ഭഗവൻ ദാസ് നിയോഗി, ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം ആ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നവരും ചേർന്നുകൊണ്ട് ഒരു റിപ്പോർട്ട് 1956 മധ്യപ്രദേശ് സർക്കാരിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മധ്യപ്രദേശ് ഉൾപ്പെടുന്ന മേഖല, ഛോട്ടാ നാഗപൂർ മേഖല, ഇവിടങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ വിഭാഗം നിർബന്ധപൂർവമായി ആദിവാസി മേഖലയിലുള്ള ആൾക്കാരെ പ്രലോഭിപ്പിച്ചും
അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിൽ കൂടിയും ഒക്കെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വളരെ വ്യക്തമായ റിപ്പോർട്ട് ശ്രദ്ധിക്കണം. 1956 കൊടുത്തത്. അതേപോലെ തന്നെ ഈ മധ്യപ്രദേശില്, പഴയ മധ്യപ്രദേശ്, ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന പഴയ മധ്യപ്രദേശിലെ 1968 ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് വന്നത്. എന്തേ ഈ 1954-ലും 56-ലും 1968-ലും ഒക്കെ തന്നെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ കാണിച്ചു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ് അവിടുത്തെ ഈ നമ്മൾ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മതപരിവർത്തനം ഇല്ല ശ്രീ അനിൽ വിളയിൽ. അല്ലല്ല, ക്രൈസ്തവരാണ്, ഈ പെൺകുട്ടികൾ കേസിലെ ക്രൈസ്തവരാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം അവിടുത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ കോപ്പി ഒന്ന് കാണിക്കൂ. അല്ലെ എഫ്ഐആർ എന്താണ് താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ, അതിനകത്ത് മതപരിവർത്തനം ഞാൻ ചേർത്തിട്ടുണ്ടോ? മനസ്സിലാക്കിയിടത്തോളം മതപരിവർത്തന ശ്രമവും മനുഷ്യക്കടത്തുമാണ് അവിടുത്തെ ആ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടി വളരെ വ്യക്തമായ മൊഴി കൊടുക്കുന്നുണ്ട്. അതിന്റെ അനുവാദമോ സമ്മതമോ കൂടാതെ മൈനറായ പെൺകുട്ടിയെ ആഗ്രയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. എന്തേ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ഇത്തരത്തിൽ ആദിവാസി ഹൈന്ദവ മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സേവന ഫാദർ ഫിലിപ്പ് കവിയിൽ അതിനുള്ള മറുപടി അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അല്ലല്ല, ഇവിടെ മനുഷ്യക്കടത്ത് മാത്രമല്ല മതപരിവർത്തനവും ഉണ്ടെന്നാണ് ഇപ്പോൾ അനിൽ വിളയിൽ പറയുന്നത്. BHPയുടെ പ്രതിനിധിയാണ്, BHPയുടെ യുവജന സംഘടനയായ ബജ്രംഗ് ദളാണ് പരാതി കൊടുത്തതും അവിടെ ഇവരെ തടഞ്ഞു വെച്ചതും. അനിൽ വിളയില്